ആ റോഡ് കിട്ടി. ഇനിയാണ് എൻ്റെ തുരപ്പ്. 10 മിനിറ്റായി ഗൈസ്. ഓ ഇടിച്ച് അസംബ്ലി പിരിച്ചുവിട്ടു. വേറെ ഗെയിമുകളെല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. 2TV ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാം. ആ ഗെയിമുകളൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടം നോക്കിയാണ് സെറ്റല്ലേ. പക്ഷെ എൻ്റെ മോനെ കിടിലാണ്. നമുക്ക് വെള്ളച്ചാട്ടം കണ്ട ഓ സെറ്റല്ലേ. എൻ്റെ മോനെ കിടിലാണ്. വണ്ടിയുടെ ഫ്രണ്ട് കാണിച്ചു തരാം. ഊഫ് എന്തൊരുടായി. ഇത് നമുക്ക് തംബ്നെയിലാക്കാം അല്ലേ. ഇന്നലെ ഒരു ഈ മകൻ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇട്ടായിരുന്നു, നിനക്കൊരു ക്യാമറ വാങ്ങിച്ചുകൂടെയെന്ന്. ഈ പുന്നാര മോനെ അറിഞ്ഞൂടല്ലോ നമ്മൾ ക്യാമറ റിവ്യൂ ആണ് ചെയ്യണമെന്നുള്ളത്. കഴിഞ്ഞ ഗെയിമിംഗ് വീഡിയോയിൽ നമ്മൾ S8-ൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയുള്ള സാധനം കൊണ്ടുവരുന്നുണ്ട്. ഓരോ ദിവസം നമ്മൾ ഓരോ സാധനം വെച്ചിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീഡിയോ കണ്ടവർക്ക് അതറിയാം. ആപ്പിലെ ഫ്രണ്ട് ക്യാം വെച്ചോ വെബ് ക്യാം വെച്ചോ ഒന്നുമല്ല റെക്കോർഡ് ചെയ്യണത്. വയർലെസ് ആയിട്ട് മൊബൈലിലെ ക്യാമറ നമ്മൾ കണക്ട് ചെയ്ത്, അതായത് നമ്മൾ OBSലാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത്, ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത്, അങ്ങനെയാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോരോ ഫോണായിരിക്കും. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യണ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഡയലോഗ് അടിച്ച മോന് വേണ്ടി ഇന്ന് ഇത്തിരി ക്ലാരിറ്റി ഉണ്ട് മോനപ്പോൾ ഇരുന്ന് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഫോർസ ഹൊറിസോൺ 5 നമ്മൾ ഈ വാങ്ങിച്ചിട്ടിങ്ങനെ വണ്ടികളുണ്ടല്ലോ, ആ വണ്ടികളിൽ ഏതെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ മനുഷ്യന് ഇടിക്കാതെ റോഡ് വിട്ട് വെളിയിറങ്ങാതെ ഓട്ടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ചലഞ്ചാണ് ഗൈസ്. ഒരു 10 മിനിറ്റത്തെ ഒരു ചലഞ്ചാണ്. വാ നമുക്കപ്പോൾ ആ ചലഞ്ചിൽ ഏർപ്പെടാം. കമോൺ. വണ്ടി ഇതാ വന്നിരിക്കുകയാണ് ഗൈസ്. പഴയ മോഡലാണ് ഗൈസ്, 2011. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ മോഡൽ. പിന്നെ ഞാൻ യൂസ് ചെയ്യണ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് കാര്യങ്ങളും കൂടെ കൊടുത്തേക്കാൻ പറ്റും. അതിൽ നിന്ന് മറ്റേ പൈസ ഇട്ട പരിപാടിയൊന്നുമില്ല, അത് സേഫാണ് ആ സാധനങ്ങൾ. പിന്നെ അതിൽ ഡിജിടെക്കിൻ്റെ റിംഗ് ലൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓഹ് പവർ. അപ്പോൾ റിംഗ് ലൈറ്റ് സൂക്ഷിച്ചും കണ്ട് വാങ്ങിക്കണം. എൻ്റെ ഒരെണ്ണം അടിച്ചു പോയി, ഞാൻ ഇപ്പോൾ രണ്ടാമത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് വാങ്ങിച്ചതിൻ്റെ ലിങ്കാണ് കൊടുത്തേക്കുന്നത്. ഒരെണ്ണം ഞാൻ 1 മാസം പോലും ഉപയോഗിച്ചില്ല, വാങ്ങിച്ചിട്ട് 1 മാസം ആയേ ഉള്ളൂ. പക്ഷേ അതിൽ 1 മാസം ആയിട്ടും 1-2 ദിവസം അത് യൂസ് ചെയ്തോളൂ. അതാണ് വിഷമമായിപ്പോയത്. ഓഹ് പവർ നോക്കിയാണ് നോക്കണേ. ഓഹ് നമ്പർ പ്ലേറ്റ് ഉണ്ടാ, എൻ്റെ പേരുണ്ടാ ബേ ഓണർ. അപ്പോൾ നമ്മളെ മിഷനാണ് കഴിച്ച് നമ്മൾ ഇടിക്കാതെ നമ്മളിതാ പോവുകയാണ്. പക്ഷേ ഇത് പുല്ല് അത്രയും കേരളത്തിലെ റോഡ് പോലെ ആയില്ലടേ. നമുക്ക് ഇടിക്കാതെ പോവാം. എങ്ങനെ നമ്മൾ ഇടിക്കാതെ അങ്ങ് എത്തുമെന്ന് നോക്കാം. 10 മിനിറ്റ് അല്ലേ ഇപ്പോൾ വീഡിയോ? എത്ര മിനിറ്റായി? 2 മിനിറ്റ്. ഒരു 12 മിനിറ്റ് വരെ ഞാൻ നോക്കാം ഗൈസ്. ഇടിക്കാതെ പോവും എന്ന് പറഞ്ഞാൽ പയ്യൊന്നും പോകില്ല, ഞാൻ പൊത്ത് കയറി പോവും. ബ്രേക്കിങ്ങും കുഴപ്പമില്ല. ഈ വണ്ടി ആദ്യം എടുക്കുമ്പോഴൊന്നും വിഷയമില്ല. റോഡ് വിട്ട് വെളി ഇറങ്ങി ആദ്യമായിട്ട്. സോറി ഗൈസ്, എന്തായാലും ഇടിക്കൂല, ഉറപ്പ്. വണ്ടി ഇടിക്കൂല, ഉറപ്പായിട്ട് ഇടിക്കൂല. അത് ഏതടേ പോണത്? സ്കോഡയുടെ സ്കോഡ ഓടിയ. ഓ എന്തൊരു ഒരു യമണ്ട സാധനം. അതെന്തടേ ഫ്രെയിം പിടിക്കണത്? പവർ കൊടുത്തിട്ടില്ലേ ഞാൻ? സോറി ഗൈസ്, എന്നെ വന്നിടിച്ചാണേ. അത് കൂട്ടൂലേ? അത് പറ്റൂല, അത് പറ്റൂല. അത് തുല്ലാണ് ആ കളി. എന്നെ അവൻ ഇടിച്ചാണ്, ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ അവിടെ പോയി ഇടിച്ചാണ്. ഞാൻ വേറെ വണ്ടികളൊന്നും ഇടിക്കൂല, അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. എൻ്റെ കൂടെ ആരും ക്യാരം ബോർഡും ചെസ് ബോർഡൊന്നും കളിക്കൂല ഗൈസ്. എൻ്റെ കൂട്ടുകാരൊന്നും ലാസ്റ്റ് അടിയാവും. അല്ല ഫ്രെയിം പിടിക്കണല്ലേ? എന്ത് ഫ്രെയിം പിടിക്കണല്ലോ. ഞാൻ ഇന്നലെ സെറ്റിങ്സ് ഞാൻ സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്ത്, അതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യാം. ഈ ഒരു മിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാം. ഞാൻ ഇടിക്കൂല എന്ന് പറഞ്ഞാൽ ഇടിക്കൂല. പക്ഷേ ഇതിലൊക്കെ വേണമെങ്കിൽ ഇടിക്കാമല്ലേ? ഇതാ ഈ കിടക്കണ സാധനം കേട്ടോ, ഇതിലിടിച്ചാൽ പോയിന്റ് കിട്ടും. അത് നമ്മളെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞതല്ല, ജസ്റ്റ് ഒന്ന് തട്ടിട്ട് പോകല്ലേ അതിൽ. കണ്ടാ നമ്മൾ പോയിന്റ് കിട്ടി. അത് നമുക്ക് ഫ്രെയിം പിടിക്കണം എന്താണെന്ന് നോക്കണം കേട്ടോ. ഇത്രയും ദിവസം ഇത്രയും നേരം ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു പിടുത്തം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഇന്നലെ വീഡിയോയ്ക്കകത്ത് കയറി എന്തോ ചെയ്ത്, ഗ്രാഫിക്സിനകത്തല്ല വീഡിയോയ്ക്കകത്ത് കയറിയാണ് ചെയ്തത്. ഇതിനകത്ത് തന്നെ എന്നാ പിടിക്കണേണ്ട. എന്താണെന്ന് നോക്കാം.
5 ഗിയർ മാറി, 5 ഗിയർ മാറിയിട്ടുണ്ട്. ഇനി മാറിയില്ലെന്ന് പറയല്. വരുത്തം മാറുന്നു. ഈ മേളിൽ ഈസി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട. നമ്മളവിടെ പോയിട്ട് എക്സി താത്ത നമുക്ക് അവൻ്റെ ഒരു റൈസ് വയ്ക്കാം. കണ്ടാ എടാ, ഇത് ഞാൻ സമ്മതിക്കൂല. അവൻ ഇങ്ങനെ പൊത്തോണ്ട് വന്നപ്പോൾ ഞാൻ ഒതുക്കി കൊടുത്തതാണ്. ഒതുക്കി കൊടുത്തപ്പോൾ വന്നിടിച്ചതാണ്. അപ്പോൾ 2 ഇടി ഞാൻ അറിയാതെ, മനസ്സാ വാച കർണാടക അറിയാതെ ഞാൻ ഇടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കൂല. അടുത്ത ഇടി നമുക്ക് ഞാൻ പോയി അങ്ങോട്ട് പോയി എന്തായാലും ഇടിക്കൂല, അത് ഉറപ്പാണ്. ഞാൻ ഒതുക്കി കൊടുത്താൽ നിങ്ങൾ കണ്ടല്ലേ. റോഡ് വിട്ട് ഒരു പ്രാവശ്യം നമ്മൾ പുറത്തിറങ്ങിയേ നേരത്തെ. അത് മറ്റേ നമ്മളെ പവർ കടത്തിട്ടുണ്ടാന്ന് നോക്കിയതാണ്. ആരോ വന്നാച്ച് വീട്ടിൽ. കടയാടി രാഘവ പൊടിയും പറത്തി പോണൊക്കെയാണ്. ഇത് 2ാമത്തെ വ്യൂ ആണ്. ഇത് വണ്ടിക്കകത്തുള്ള വ്യൂ ഗൈസ്. ഇത് വേറൊരു വ്യൂ. എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തി എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് എനിക്ക് റേസ് എടുക്കാം. ഞാൻ അതെടുക്കാനില്ല. നമുക്ക് ഇതൊരു 10 മിനിറ്റ് നിന്ന് കളിച്ചിട്ടേ ഇതിൻ്റെ ഫ്രെയിം ഡ്രോപ്പ് ആവണം എന്താണെന്ന് നോക്കിക്കോട്ടെ. അതായത് മീഡിയമാണ്. എവൻ്റെ കൂടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കടുപ്പമാണ് കേട്ടോ. അതാണ് മീഡിയം കാണിച്ചിരിക്കുന്നത്. പിന്നെ ഹാർഡുണ്ട്. ഹാർഡൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയുമല്ലോ ഇല്ല. ഈ വണ്ടി എൻ്റെ ഉണ്ട് ഗൈസ്, ആ പോണ വണ്ടി ഗൈസ്. നിങ്ങൾക്ക് ഫ്രെയിം പിടിക്കണം നോക്കിക്കോണേ. എനിക്ക് നല്ലപോലെ ഫീൽ ആവുന്നുണ്ട്. എന്തിനാണെന്ന് നോക്കണം. ചുമ്മാ കയറി കളിക്കണ്ടായിരുന്നു അതിനകത്ത്. റീസെറ്റ് ചെയ്യണം കേട്ടോ അതിന്. അടുത്ത ദിവസത്തെ കളിയിൽ ഞാൻ അത് സെറ്റാക്കാം ഗൈസ്. ഇതെന്തിനിങ്ങനെ ഇതിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. എയിൽ താത്ത ഹാൻഡ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്ക് പിടിച്ചാൽ കയ്യിലൊന്നും നിൽക്കില്ല, വളഞ്ഞങ്ങ് പോവും. ഇതൊക്കെ മെയിൻ റോട്ടിൽ കിട്ടേണ്ട വണ്ടികളാണ്ടേ. അവൻ്റെ കൺട്രോൾ പോയി കണ്ട. ആ വണ്ടിയിലെ കുഴപ്പം അതാണ്, കൺട്രോൾ പോവും. 1000 സംതിങ് HP ആണ് അതിന് പറഞ്ഞത്. ഞാൻ ഇത്തിരി സൗണ്ട് കൂട്ടിയാണ് സംസാരിക്കണം. നമ്മുടെ വീട്ടിലാരും വന്നു. ഇങ്ങനെ ഓട്ടിക്കണം എന്തുണ്ടേ. ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏഴ് മിനിറ്റായി ഗൈസ്. എന്തോരോ പറഞ്ഞു ഒതുങ്ങി കൊടുക്കാം, മാറിക്കളയാം. അപ്പോൾ എവിടെ നിന്ന് വന്നാ? എന്തോരൊക്കെ പറഞ്ഞല്ലേ. ലംബോർഗിനി എന്ന് പറഞ്ഞ ഇതൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തരിപ്പളവണത്. നിങ്ങൾ കണ്ടാടെ മറ്റേ എറണാകുളത്താ ഒരു പയ്യൻ ബൈക്കിൽ കൊണ്ടുവന്ന് ബസ്സിൽ കൊണ്ടുവന്ന് മാറ്റേ ഇടി. ഇയാളൊന്നും ബോധമില്ല എന്നാണ്. അല്ലെങ്കിൽ വളവാണ്, അവിടെ നിന്ന് വണ്ടി വരും എന്നുള്ളൊരിത് കാണിക്കണ്ടേ ഇടായി. ഇത് കെണ്ട വളവാണ് കേട്ടോ. അപ്പുറത്തുനിന്ന് വണ്ടി വരും, അതുകൊണ്ട് നമ്മളെ വലതുവശം ചേർന്ന് പോവുക, അത്രേ ഉള്ളൂ. എനിക്ക് രക്ഷപ്പെടും. ഓഫ് റോഡ് ഡ്രൈവ് പൊടിയും പുറത്തി അവനെ പോണം. ഇതിപ്പോൾ എൻ്റെ അത് ഇരിക്കുന്നത് 512 GB ആണ്. 512 GB തന്നെ എടുത്ത് 2 ആഴ്ച ആയില്ല, അതിന് മുമ്പേ അത് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 256 ഒക്കെ എടുക്കാൻ നിൽക്കണവർ കണ്ടോണം. ഇതൊക്കെയാണ് അവസ്ഥ. ഇനി എനിക്കൊരു SSD ഓർഡർ ചെയ്യണം. ഇപ്പം ഹാർഡ് ഡിസ്കിനകത്താണ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനകത്താണ് ഇതൊക്കെ കിടക്കണത്. ഈ ഗെയിമൊക്കെ 2TB ഹാർഡ് ഡിസ്കിനകത്താണ് കിടക്കണത്. അതെൻ്റെ അല്ല, അത് ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഇനി ഒരു SSD വാങ്ങിച്ചിട്ട് വേണം ഇതിനെല്ലാം അതിനകത്തോട്ടാക്കാൻ. വേറെ ഗെയിമുകൾ വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. 2TB ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാം. ആ ഗെയിമുകളൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ട്. വെള്ളച്ചാട്ടം നോക്കിയാണ് സെറ്റല്ലേ. എൻ്റെ മോനെ കിടിലാണ്. നമുക്ക് വെള്ളച്ചാട്ടം കണ്ട. ഓ സെറ്റല്ലേ.
എൻ്റെ മോനെ ഇടില്ല. വണ്ടിയുടെ ഫ്രണ്ട് കാണിച്ചു തരാം. ഊഫ്, എന്തൊരുടായി. ഇത് നമുക്ക് തംബ്നെയിലാക്കാം അല്ലേ? FN പ്രിൻ്റ് കൊടുക്കാം, നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. മനസ്സിലായി? ഇതാണ് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളത്. സിമ്പിൾ. കിണ്ണം കാച്ചി സാധനം കേട്ടാ. ഇങ്ങനെ ഓടിച്ചൊരു കാര്യമില്ല ഗൈസ്, അതെനിക്കറിയാം. ഇത് ഞാനൊന്ന് ട്രയൽ അടിച്ചെന്നേ ഉള്ളൂ. വെള്ളം തെറിപ്പിക്കാം. നമ്മൾ റോങ് സൈഡാണോ പോണേന്നൊരു ഡൗട്ട്. റോഡ് കിട്ടി. ഇനിയാണ് എൻ്റെ തുരപ്പ്. 10 മിനിറ്റായി ഗൈസ്. ഇടിച്ച് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയും കുഴപ്പമില്ലേ? അതൊക്കെ ഭയങ്കര പാടാണ് ഗൈസ് ഓട്ടിക്ക്. നമ്മളൊന്ന് പിച്ച വെച്ച് വന്നല്ലേ ഉള്ളൂ, എല്ലാം ശരിയാവും. നമുക്കിനി ഒരു 2000 SP ഉള്ള വണ്ടിയെ കിട്ടുമ്പോൾ നമ്മൾ തുരക്കും. ഇപ്പം നോക്കിയാൽ ഇപ്പം കാണിച്ചു തരാം. ഇടിക്കാൻ പോകാൻ കാണിച്ചു തരാം. ഉണ്ടാ ബാക്കൊക്കെ തട്ടും. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ക്ലെയിം ചെയ്യാം. ഒത്തില്ല. നമ്മൾ വിചാരിക്കും പോലെ എളുപ്പമല്ലടാ. അതുപോലെ തന്നെ PUBG നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇരുന്ന് കണ്ടറക്കടിക്കില്ലടാ. അതോ അവനെ ഇടറാന്നൊക്കെ ഇരുന്ന് ചുമ്മാലും പറയുമല്ലേ. ഒരു പരിപാടി നടക്കൂല ഗൈസ്. ഞാൻ കളിച്ച് ഇത്തിരി കടുപ്പുള്ള സാധനമാണത്. അപ്പോൾ അതിൻ്റെ ഗെയിം പ്ലേ വീഡിയോ നമുക്കിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ജസ്റ്റ് ഒന്ന് ഒരു ചലഞ്ച് ചെയ്ത് നോക്കിയാണ്, പക്ഷെ നടന്നില്ല. കുറേ ഇടി കിട്ടി. നമുക്കിനി ഇടി കിട്ടാത്ത ചലഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഗ്രാഫിക്സ് സെറ്റിങ്സ്, വീഡിയോ സെറ്റിങ്സ് എല്ലാം ഒന്നുകൂടെ സെറ്റ് ചെയ്യട്ടെ. തെങ്ങും തോപ്പൊക്കെ ഇടിച്ച് മറിച്ച് പോണ് ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ബൈ. ഇത് തെങ്ങെന്തോ പാത്രം അടിക്കാം. തെങ്ങ് വെട്ടം ആരെങ്കിലും മണ്ട ഉണ്ടാക്കി ഇന്ന് എല്ലാണോ താഴെ തന്നെ. ഒന്നും നോക്കണ്ട. ഓടോ മരുഭൂമി എത്തി ഗൈസ്. ഓടോ മറിച്ച് തീന്ന്. ബൈ.